ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, ഇന്ന് നമുക്ക് മൗലിദുൽ ഹുസ്നൈനിയുടെ 25-ാമത്തെ അധ്യായം ഹിസ്ബുൽ ഇസ്റാഇ വൽ മിഅറാജ്, ഇസ്റാ മിഅറാജിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ആ ഇസ്റാ മിഅറാജിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് സംസാരിക്കാനുള്ളത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ളം വഅലാ ആലിഹി മാദാമൽ മലബാൻ. അതിൻ്റെ അർത്ഥം നാം എപ്പോഴും പറയുന്നതാണ്. അല്ലദീ മിൻ ഹുസ്നിഹിൽ മഅനവി, ഹബീബുൽ അഅ്ലമായ മുത്തുനബിയുടെ ആന്തരികമായ ഭംഗിയാണ് തഖ്സീസുഹു ബിൽ ഇസ്റാഇ വൽ മിഅറാജി ബിറൂഹിഹി വൽ ജുസ്മാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അല്ലാഹു തആല ഒരു പ്രത്യേകത നൽകി. ബിൽ ഇസ്റാഇ വൽ മിഅറാജി, ഇസ്റാഉം മിഅറാജും എങ്ങനെയുള്ള ഇസ്റാ മിഅറാജ്? ചില അംബിയാവും അതുപോലെ പല ഔലിയാവും ഇസ്റാ മിഅറാജ് നടത്തിയതായിട്ടൊക്കെ അവർക്ക് അങ്ങനെ അനുഭവം ഉള്ളതായിട്ട് പല ഗ്രന്ഥങ്ങളിലും കാണാം. പിന്നെ മുത്തുനബിയുടെ പ്രത്യേകത എന്താ? മുത്തുനബിയുടെ പ്രത്യേകത ബിൽ ഇസ്റാഇ വൽ മിഅറാജി ബിറൂഹിഹി വൽ ജുസ്മാൻ, മുത്തുനബിയുടെ റൂഹോടുകൂടെയും ശരീരത്തോടുകൂടെയുമുള്ള ഇസ്റാ മിഅറാജ്. ഔലിയായിനൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ മുത്തുനബി അല്ലാത്തവർക്ക് ഉണ്ടായ ഇസ്റാ മിഅറാജ്, അത് 7 ആകാശത്തിൻ്റെ മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് പല ഔലിയാവും. ആ അനുഭൂതി എന്ന് പറയുന്നത് അത് ആത്മാവിനുണ്ടാകുന്ന അനുഭൂതിയാണ്. ഒരു ആത്മീയമായ പോക്കാണ്, യാത്രയാണ് അത്. ശാരീരികമായ യാത്രയല്ല. ശാരീരികമായ മിഅറാജ്, ഇസ്റാ എന്ന് പറയുന്നത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉണർവിൽ തന്നെയാണ് പല ഔലിയായിനും ഇസ്റാ മിഅറാജ് ഉണ്ടായത്. അത് റൂഹിയായ ആത്മീയമായ അനുഭൂതിയാണ്. അത് ശരീരത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായി ശരീരം നേരെ പോയത് അല്ല. അത് മുത്തുനബിക്ക് മാത്രം ഉള്ള പ്രത്യേകതയാണ്. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ അഖ്സ, ഇസ്റാ എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള കൊണ്ടുപോക്ക്, രാത്രിയിൽ കൊണ്ടുപോവുക എന്നാണ് ഇസ്റാ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. രാത്രിയാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്ര നടത്തിയത്. അത് നാം സാധാരണ ഇസ്റാ എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ വരെ ഉള്ള പോക്കിനാണ് ഇസ്റാ എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് മസ്ജിദുൽ അഖ്സ മുതൽക്ക് 7 ആകാശങ്ങളും അർഷും അതിൻ്റെ അപ്പുറത്തേക്കൊക്കെയുള്ള യാത്രയെക്കുറിച്ചാണ് മിഅറാജ് എന്ന് പറയുന്നത്. മിഅറാജ് എന്ന് പറയുന്ന വാക്കിന് ഭാഷാർത്ഥം, മിഅറാജ് എന്ന് പറഞ്ഞാൽ കോണി എന്നാണ് അർത്ഥം. കയറാൻ ഉപയോഗിക്കുന്ന ആയുധം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കയറാൻ ഉപയോഗിക്കുന്ന ആയുധം കോണിയാണല്ലോ, അല്ലെങ്കിൽ ലിഫ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ലിഫ്റ്റ് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കാരം കഴിഞ്ഞ ശേഷം, അംബിയാ മുർസലീങ്ങളുമായി നിസ്കരിച്ച ശേഷം വലിയൊരു ലിഫ്റ്റ്, ആകാശം വരെ എത്തുന്നൊരു ലിഫ്റ്റ് കൊണ്ടുവരപ്പെട്ടു എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. ആ ലിഫ്റ്റിലൂടെയാണ് ആകാശത്തേക്ക് പോയത്. മറ്റു ചില അഭിപ്രായങ്ങളിൽ ബുറാക്കിൻ്റെ പുറത്ത് തന്നെയാണ് പോയത് എന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബുറാക്കിനെ താൽക്കാലികമായി അവിടെ കെട്ടിയിട്ടു നിസ്കാരം കഴിയുന്നത് വരെ. നിസ്കാരം കഴിഞ്ഞ ശേഷം ബുറാക്കിൻ്റെ പുറത്ത് തന്നെയാണ് മുകളിലോട്ടും പോയത് എന്നുണ്ട്. അത് തമ്മിൽ വൈരുദ്ധ്യമില്ല. ഒരു ലിഫ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ ബുറാക്കിൻ്റെ പുറത്ത് കയറി ലിഫ്റ്റ് വഴിയാണ് ബുറാക്ക് പോയത് എന്ന് വെച്ചാൽ ആ 2 അഭിപ്രായങ്ങളും ശരിയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ മിഅറാജ്, കോണി എന്നർത്ഥം വരുന്ന പദം കൊണ്ട്, അല്ലെങ്കിൽ ലിഫ്റ്റ് എന്നർത്ഥം വരുന്ന പദം ഈ യാത്രക്ക് പേര് പറയുന്നതിൽ കാരണം നമുക്ക് മനസ്സിലായി. തഖ്സീസുഹു ബിൽ ഇസ്റാഇ വൽ മിഅറാജ് ബിറൂഹിഹി വൽ ജുസ്മാൻ, തൻ്റെ ആത്മാവോടുകൂടെയും ശരീരത്തോടുകൂടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅറാജ് നടത്തി എന്നുള്ളത് മുത്തുനബിയുടെ മാത്രം പ്രത്യേകതയാണ്. മിനൽ മസ്ജിദിൽ ഹറാം, എവിടുന്നാണ് യാത്ര തുടങ്ങിയത്? മസ്ജിദുൽ ഹറാമിൽ നിന്ന്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് യാത്ര പോയത് മക്കയിലായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
34 പ്രാവശ്യം ഇങ്ങനെയുള്ള യാത്ര ഉണ്ടായിട്ടുണ്ട്, മിഹ്റാജ് ഉണ്ടായിട്ടുണ്ട്. 34 പ്രാവശ്യം ഇസ്രാവും മിഹ്റാജും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ 34 പ്രാവശ്യത്തിൽ ചില തവണ മദീനയിലേക്ക് പോയതിൻ്റെ ശേഷമെന്നും പറയുന്നുണ്ട്. അപ്പോൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി എന്ന് പറയുന്ന സംഭവം അതാണ് ഏറ്റവും പ്രസിദ്ധമായതും ഏറ്റവും പ്രബലമായ ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ട സംഭവം അതാണ്. ഏത്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് കഅബ ഷരീഫിൻ്റെ അടുത്തുനിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക് പോയി, അതിനപ്പുറത്തേക്കൊക്കെ പോയി എന്നുള്ള സംഭവമാണ് ബുഖാരിയും മുസ്ലിമും മറ്റു ധാരാളം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രബലമായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട സംഭവം. അതാണ് ഇവിടെ പറയുന്നത്. മിനൽ മസ്ജിദിൽ ഹറാമി, കഅബ ഷരീഫ് അടങ്ങുന്ന ആ പള്ളിയിൽ നിന്ന് ഇലൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. ആ പോക്കിനാണ് ഇസ്രാഇ എന്ന് പറയുക. ഫഇലാ ജബറൂത്തിർ റഹ്മാൻ, അങ്ങനെ മസ്ജിദുൽ അഖ്സ മുതൽക്ക് പിന്നീട് ഇലാ ജബറൂത്തിർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ തിരു സന്നിധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോയാണ്. അള്ളാഹു തആല മുകളിലായതുകൊണ്ടല്ല. ജബറൂത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞ ദിവ്യ ലോകം, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ബഹുമാനം, ഗാംഭീര്യമുള്ള ബഹുമാനമുള്ള ലോകാണ് ജബറൂത്ത് എന്ന് പറയുന്നത്. അങ്ങോട്ട് പോയി 7 ആകാശത്തിൻ്റെയും അർശിൻ്റെ ഒക്കെ മുകളിലോട്ട്. ഖാല ബഅദു അഹ്ലിൽ ഇർഫാൻ, ചില ആരിഫീങ്ങൾ പറഞ്ഞു, ഇന്ന ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം 34 മിഅ്റാജൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 34 മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അഹദുവ ഫഖത്ത് ബിൽ ജുസ്മാൻ, ആ 34 മിഅ്റാജുകളിൽ ഒന്ന് മാത്രമാണ് ശരീരത്തോടു കൂടെയുള്ള മിഅ്റാജ്, അല്ലാത്തത് ശരീരത്തോടു കൂടെയുള്ളതല്ല, അത് ആത്മാവോട് കൂടെയാണ്. ആത്മാവോട് കൂടെയുള്ള മിഅ്റാജ് എന്ന് പറയുമ്പോൾ അത് ഉറക്കത്തിലുമാവാം ഉണർവിലുമാവാം. ഉറക്കത്തിലാവണമെന്നില്ല. ആത്മാവോടുകൂടെ മിഅ്റാജ് ഉണ്ടാവാൻ ഉറക്കമാവേണ്ട ആവശ്യമില്ല. അത് ഉണർവ് തന്നെ ആവാം, ഉറക്കവുമാവാം ഉണർവുമാവാം. ഉറക്കമാണെങ്കിൽ തന്നെ അംബിയാഇൻ്റെ ഉറക്കം അത് വഹയിൻ്റെ സ്ഥാനമാണ്. പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറക്കത്തിൽ എന്തെങ്കിലും അനുഭവങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ടായാൽ അത് ദിവ്യമായ സ്വപ്നമാണ്, അത് സത്യമായ സ്വപ്നമാണ്, അത് വിശ്വാസയോഗ്യമാണ്, അത് വഹയിൻ്റെ സ്ഥാനമാണ്. വദാലിക ലൈലത്തുൽ ഇസ്നൈനി മിൻ റബീഇൽ അവ്വലി ഔ റജബിൻ, എന്നാണ് ഈ സംഭവം ഉണ്ടായത്? ലൈലത്തുൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയാണ് ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. വലിയ അനുഭവമാണ്. 7 ആകാശങ്ങൾ, അതിൻ്റെ അപ്പുറത്തുള്ള അർശ്, ആ അർശിൻ്റെ അപ്പുറത്തുള്ള ലോകങ്ങൾ, പിന്നെ അള്ളാഹു തആലയെ ദർശിച്ചു. ഇതൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ചില്ലറ സംഭവം അല്ല. മുത്തുനബിയുടെ അനുഭവത്തിൽ ഏറ്റവും വലിയ സംഭവമാണ് അള്ളാഹുവിനെ മുഖത്തുള്ള കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ സംഭവമാണ്. അപ്പോൾ അതുണ്ടായത് എന്നാണ്? തിങ്കളാഴ്ചയാണ്. ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ഈ സംഭവം ഉണ്ടായത് തിങ്കളാഴ്ചയാണ് എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ സംഗതികളും ഉണ്ടായത് അത് തിങ്കളാഴ്ചയാണല്ലോ. മുത്തുനബിൻ്റെ ജന്മം തിങ്കളാഴ്ചയാണ്, മുത്തുനബിയുടെ ഹിജറ പോക്ക് തിങ്കളാഴ്ചയാണ്, മുത്തുനബിക്ക് ആദ്യമായി വഹയി വന്നത് അത് തിങ്കളാഴ്ചയാണ്, മദീനയിൽ എത്തുന്നത് തിങ്കളാഴ്ചയാണ്, വഫാത്ത് തിങ്കളാഴ്ചയാണ്. അങ്ങനെ എല്ലാം തിങ്കളാഴ്ചയാണ്. പ്രധാനപ്പെട്ട സംഗതികളൊക്കെ തിങ്കളാഴ്ചയാണ്. അതാണ് തിങ്കളാഴ്ചക്ക് മറ്റുള്ള എല്ലാ ദിവസത്തേക്കാളും മഹത്വമുണ്ടാവാൻ കാരണം. തിങ്കളാഴ്ച മുത്തുനബിയുമായി അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ അനുഭവങ്ങളും അനുഭൂതികളും മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകതകളൊക്കെ ഉണ്ടായത്
അത് തിങ്കളാഴ്ച, വെള്ളിയാഴ്ച അല്ല, വ്യാഴാഴ്ച അല്ല, മറ്റൊരു ദിവസമല്ല. അപ്പോൾ ദിവസം തിങ്കളാഴ്ചയാണ്. ഇനി മാസമോ മിർ റബിയുൽ അവ്വലി, റബിയുൽ അവ്വൽ മാസത്തിൽ നിന്ന് തിങ്കളാഴ്ച 27-ാം രാവിലെ. അങ്ങനെയാണ് നവവി ഇമാമ് പല സ്ഥലത്തും പറഞ്ഞത് റബിയുൽ അവ്വൽ 27-ന് എന്ന. റബിയുൽ അവ്വലിലാണോ റജബിലാണോ എന്ന് നവവി ഇമാമും മറ്റുള്ള പണ്ഡിതന്മാർക്കൊക്കെ തർക്കമുണ്ട്. ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് അത് റബിയുൽ അവ്വൽ 27-ന് എന്ന്. ഇമാം ഇബ്നുൽ അസീർ റഹിമഹുല്ല റബിയുൽ അവ്വലിലാണ് എന്ന് തർപ്പിച്ച് പറയുന്നുണ്ട്. നവവി ഇമാമും അവരുടെ ഫതാവയിൽ അങ്ങനെയാണ് പറയുന്നത്, റബിയുൽ അവ്വൽ 27-ന്. അതുപോലെ ഇമാം മസ്നവി അവരുടെ മുഹിമ്മാത്തിൽ, ഇമാം മദ്രഇ ഹാഷിയത്തുർ റൗളയിൽ, ഇമാം സർക്കശി ഹാഷിയത്തുർ റൗളയിൽ, ഇമാം ദമീരി ഹയാത്തുൽ ഹയവാനിൽ, ഇമാം ഇബ്നു ദിഹിയ മിഅ്റാജിനെ പറ്റി മാത്രം ഉണ്ടാക്കിയ അൽ ഇബ്തിഹാജ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി ഫതുഹുൽ ബാരിയിൽ, അതുപോലെ ഇബ്നു ദിഹിയ റഹിമഹുല്ല തൻവീർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും, ഇമാം നവവിയുടെ ഉസ്താദായ ഹാഫിദ് അബൂ ഷാമ അവരുടെ അൽ ബായിസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ, ഹാഫിദ് ഇബ്നു റജബ് ഫളായിലു റജബ് എന്ന് പറഞ്ഞ റജബിൻ്റെ ഫളായിൽ പറയാൻ അവരൊരു കിതാബ് എഴുതി. ആ കിതാബിൽ അവർ പറഞ്ഞത് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് റജബിലല്ല, അത് റബിയുൽ അവ്വലിലാണ് എന്ന്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ മഹാന്മാരൊക്കെ ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് റബിയുൽ അവ്വൽ 27-ാം രാവിനാണ് എന്ന്. എന്നാൽ നവവി ഇമാം തന്നെ റാഫി ഇമാമിനോട് അനുകരിച്ച് കൊണ്ട് റൗളയിൽ പറഞ്ഞത് റജബ് 27-നാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് എന്ന്. അങ്ങനെയും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റജബിലാണോ റബിയുൽ അവ്വലിലാണോ ഉണ്ടായത് എന്ന വിഷയത്തിൽ ചരിത്രത്തിൽ റിപ്പോർട്ടുകളിൽ തർക്കം കാണുന്നുണ്ട്. ഉണ്ടായിട്ടുണ്ട് എന്നതിൽ തർക്കമല്ല. കാരണം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത പ്രബലമായ ഹദീസുകളിൽ പറഞ്ഞതാണ് ഇസ്രാ മിഅ്റാജിൻ്റെ വിശദീകരണം. പക്ഷേ ഏത് മാസമായിരുന്നു അത് എന്നതിൽ തർക്കമുണ്ട്. ഇനി ഷവ്വാലാണെന്നും റമളാനെന്നും അങ്ങനെ അഭിപ്രായമുണ്ട്. പക്ഷെ പ്രബലമായ 2 അഭിപ്രായമാണ് കാണുന്നത്. അത് റബിയുൽ അവ്വലാണ് എന്നും റജബാണെന്നും. ഈ 2 അഭിപ്രായങ്ങളിൽ പ്രബലം. ഈ 2 അഭിപ്രായത്തിൽ നിന്ന് ഏതാണ് പ്രബലം എന്നതിൽ തർക്കമുണ്ട് എന്നാണ് നാം പറഞ്ഞത്. റബിയുൽ അവ്വലിൽ ആയിരിക്കാനുള്ള സാധ്യത അതിലേക്കാണ് നമ്മുടെ ചായ്വുള്ളത്. കാരണം റബിയുൽ അവ്വൽ മാസം മറ്റു മാസങ്ങളെക്കാൾ മീതെ ശ്രേഷ്ഠതയുള്ള സയ്യിദു ഷുഹൂറാണ് എന്ന് പല മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാവ്, ആ രാവിന് ലൈലത്തുൽ ഖദ്റിനേക്കാൾ സ്ഥാനമുണ്ട് എന്നും, ആ മുത്തനബി ജനിച്ച ലൈലത്തുൽ മൗലിദ് നിലകൊള്ളുന്ന മാസത്തിന് മറ്റു മാസങ്ങളേക്കാൾ സ്ഥാനമുണ്ട് എന്നും. അങ്ങനെ പറയുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ ദർശനം, മുഖത്തുള്ള കണ്ണുകൊണ്ട്, നേരെ കണ്ണുകൊണ്ട് അള്ളാഹുവിൻ്റെ ദർശനം ലഭിച്ച മാസം അത് റജബാണെങ്കിൽ ജന്മത്തേക്കാൾ വലുതാണ് അള്ളാഹുവിനെ ദർശിക്കുക എന്ന് പറയുന്നത്. കാരണം ജന്മം എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുക എന്നതിനർത്ഥമുള്ളൂ, അത് ഉണ്മയല്ല. അതിന് മുമ്പേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണരായിട്ട് തന്നെ ഉണ്ട്. മുത്തനബിൻ്റെ ഉണ്മ, മുത്തനബി ഉണ്ടാവുക എന്ന് പറയുന്ന സംഭവം അള്ളാഹുവിനെ കാണലും അള്ളാഹുവിനോട് സംസാരിക്കലും വഹി ലഭിക്കലും പ്രബോധനം നടത്തലൊക്കെ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതാണ്, നടത്തിയതാണ്. അപ്പോൾ പ്രസവിക്കപ്പെടുക എന്ന് പറയുന്നത് അത് ഈ ദർശനത്തിനേക്കാൾ വലുതല്ല, അള്ളാഹുവിൻ്റെ ദർശനമാണ് ഏറ്റവും വലുത്. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ ദർശനം ലഭിച്ചത് റജബ് മാസത്തിലാണെങ്കിൽ റജബ് മാസമായിരിക്കണം ഏറ്റവും ശ്രേഷ്ഠമായ മാസം, റജബ് മാസമായിരിക്കേണ്ടി വരും. അങ്ങനെയാണ് അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് ചില ആലിമീങ്ങൾ പറഞ്ഞു, ചില കിതാബുകളിലൊക്കെ പറഞ്ഞു, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാവാൻ വേണ്ടി, സലാമത്തുണ്ടാവാൻ വേണ്ടി ചിലർ ഈ സംശയത്തിന് മറുപടി പറഞ്ഞത്, ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠം അത് റബിയുൽ അവ്വലാണ്. കാരണം മുത്തനബി ജനിച്ചത് റബിയുൽ അവ്വലായതുകൊണ്ട് റബിയുൽ അവ്വൽ മാസമാണ്. ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠം റബിയുൽ അവ്വൽ മാസവും ആ റബിയുൽ അവ്വലിലെ
മുത്തുനബി ജനിച്ച രാവുമാണ് ഏറ്റവും ശ്രേഷ്ഠം. മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠം രാത്രികളിൽ വെച്ച് ഏറ്റവും വലിയ രാത്രി, ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം മിഅ്റാജിൻ്റെ രാവും അത് ഉൾക്കൊള്ളുന്ന മാസവുമാണ്. ആ പറയുന്ന വാദം അത് ബാലിശമാണ്. കാരണം നാമും മുത്തുനബിയും തമ്മിലുള്ള ബന്ധം ഒന്നാണ്, ഒറ്റൊന്നാണ്. അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും എന്നാ പറഞ്ഞു. എല്ലാ മുഅ്മിനീങ്ങൾ അവരെ സ്വന്തം ശരീരത്തേക്കാൾ അവരോട് അവകാശപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നാ പറഞ്ഞു. അല്ലേ? ഉപ്പക്ക് സ്വന്തം മകനോടുള്ള ബന്ധം, മകന് ഉപ്പയോടുള്ള ബന്ധം, അതിനേക്കാൾ വലിയ ബന്ധമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മോടുള്ള ബന്ധം. ഒരു ഉപ്പ, ആ ഉപ്പക്കുള്ള മകൻ, ആ മകന് ഉപ്പയോട് എത്ര ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഉപ്പക്ക് മകനോട് എത്ര ബന്ധമുണ്ടോ, അതിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകനോട് അവകാശപ്പെട്ടിരിക്കുന്നു, ആ ഉപ്പയോട് അവകാശപ്പെട്ടിരിക്കുന്നു. ആ ഉപ്പക്ക് മകനിലുള്ള അവകാശത്തേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മകനിൽ അവകാശമുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അള്ളാഹ് പറഞ്ഞു വഅസ്വാജു ഉമ്മഹാത്തുഹും, മുത്തുനബിൻ്റെ ഭാര്യമാരൊക്കെ എല്ലാ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് എന്ന് പറഞ്ഞാൽ മുത്തുനബി ഉപ്പയാണ്, ഉപ്പയുടെ അപ്പുറത്താണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഉപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിൻ്റെ ഉപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഉപ്പയ്ക്ക് എന്താണ് ഏറ്റവും വലിയ സന്തോഷം? ആ ഉപ്പയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠത, മഹത്വം കിട്ടാൻ കാരണമായ നിമിഷം ഏതാണോ, രാത്രി ഏതാണോ, മാസം ഏതാണോ, അതുതന്നെയാണ് ആ മക്കൾക്കും ഏറ്റവും സന്തോഷകരമായ നിമിഷം, ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷം. അല്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മുത്തുനബിക്ക് ശ്രേഷ്ഠമായ മഹത്വമേറിയ ഒരു ദിവസം, സമയം, സന്തോഷമുള്ള ദിവസം വേറൊരു ദിവസവും, ഉമ്മത്തിന് സന്തോഷമുള്ള ദിവസം വേറൊരു ദിവസം എന്ന് പറയുന്നത് അത് ശരിയായ അഭിപ്രായമല്ല. മുത്തുനബിക്ക് എന്താണോ സന്തോഷം, മുത്തുനബിക്ക് എന്താണോ ഏറ്റവും ശ്രേഷ്ഠമായ സമയവും നിമിഷം, അത് തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷം, ഏറ്റവും സന്തോഷമുള്ള നിമിഷം. അതുകൊണ്ട് റബിയുൽ അവ്വൽ മാസം, അന്നാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈലത്തുൽ മൗലിദ്, ജന്മദിനം, ജന്മരാത്രി. ആ ജന്മരാത്രിയാണ് രാത്രികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള രാത്രി എന്ന് പറയുന്നുണ്ട്. അന്നാണ് ഏറ്റവും ദുആക്ക് ഉത്തരം കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസം റബിയുൽ അവ്വൽ. ആ രാത്രി ഈ റബിയുൽ അവ്വൽ മാസത്തിൽ ഉണ്ടായതുകൊണ്ട് മൊത്തം റബിയുൽ അവ്വലിന് അതിൻ്റെ എല്ലാ നിമിഷങ്ങളും ശ്രേഷ്ഠമായി, ദുആക്ക് ഉത്തരമുള്ളതും ശ്രേഷ്ഠമുള്ളതും റഹ്മത്തിൻ്റെ മാസവുമായി എന്ന് ആരിഫീങ്ങളും ആലിമീങ്ങളൊക്കെ പറഞ്ഞത് മുമ്പ് പല സ്ഥലങ്ങളിൽ അതിൻ്റെ തെളിവുകളോട് കൂടെ നാം വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ ആ റബിയുൽ അവ്വലിലെ 27-ാമത്തെ രാവ്, അതിലൊരു രാവ്, അത് 27-ാമത്തെ രാവാന്ന് പറയുന്നു. അന്നാണ് ഈ മിഅ്റാജ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ദർശനം അനുഭവിച്ച ആ യാത്രയും ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സംശയം വരുന്നില്ല. ഈ എല്ലാ മഹത്വങ്ങളും റബീഉൽ അവ്വലിനായി. ഇനി റജബ് എന്ന് പറഞ്ഞ മാസത്തിൽ മദീനയിൽ വെച്ചോ മറ്റേതെങ്കിലും സമയത്ത് 34 മിഅ്റാജ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ 34 മിഅ്റാജുകളിൽ ഒരു മിഅ്റാജ് റജബ് മാസത്തിലാവാം. അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. റജബിൽ തീരെ മിഅ്റാജ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടതില്ല. ഈ പ്രധാനപ്പെട്ട മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ദർശിച്ചു എന്ന് പറയുന്ന ഉണർവിൽ ഉണ്ടായ മിഅ്റാജ്, അത് റബീഉൽ അവ്വലിലാണ് എന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ നിസ്കാരം ഫർളാക്കിയത് ഈ മിഅ്റാജിലാണ്. അപ്പോൾ നിസ്കാരം ഫർളാക്കിയത് റജബിലല്ല റബീഉൽ അവ്വലിലാണ് എന്ന് വരും. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, മുത്തുനബിൻ്റെ സ്വഭാവങ്ങളും മുത്തുനബിയുടെ മഹബത്തും ഒക്കെ സമുദായത്തെ കൂടുതൽ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാനുണ്ടായതുകൊണ്ടും മൗലിദ് ഓതാനുണ്ടായതുകൊണ്ടും മുത്തുനബിയെ പരിചയപ്പെടുത്താനുണ്ടായതുകൊണ്ടും അധികം നമ്മൾ സാധാരണഗതിയിൽ ഈ ഇസ്രാ മിഅ്റാജിനെ പരിചയപ്പെടുത്തുന്ന ആ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളും പ്രസംഗങ്ങളും പരിചയപ്പെടുത്തലുകളും അത് റബീഉൽ അവ്വലിൽ നടക്കാറില്ല. സമയം കിട്ടാത്തതുകൊണ്ടാണ്. അതിന് നമ്മൾ റജബ് മാസമാണ് സാധാരണ തിരഞ്ഞെടുക്കാറുള്ളത്. നമ്മളെ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, വലിയുല്ലാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഖദ്ദസുല്ലാഹു തആല സിർറഹുൽ അസീസ്, മഹാനവറുകൾ സാധാരണ ആരും നടത്താറില്ലെങ്കിലും
അവർ മിഅ്റാജ് നേർച്ച എന്ന് പറയുന്നൊരു നേർച്ച നടത്താറുണ്ട്. ആ നേർച്ച നടത്താൻ അവർ സമയം കണ്ടത് റജബ് മാസമാണ്. കാരണം അന്നാണ് സാധാരണ റജബ് മാസത്തെ മിഅ്റാജിനെ പറ്റി പറയാൻ സമയം കിട്ടുക, സ്പെഷ്യലായിട്ട് മിഅ്റാജിനെ പറ്റി പറയാൻ. അതുകൊണ്ട് ആയിരിക്കും റജബിൽ അവർ അങ്ങനെ ഒരു നേർച്ച റജബിൽ തന്നെ നടത്തുന്നത്. ഒരാഴ്ച 2-3 ദിവസം ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന മിഅ്റാജ് നേർച്ച അവർ ജീവിതകാലം തന്നെ നടത്താറുണ്ട്. ഇപ്പോഴും അത് നടന്നു വരുന്നുണ്ട് മിഅ്റാജ് നേർച്ച. അവരത് നടത്തിയത് കൊണ്ട് റജബിൽ തന്നെയാണ് മിഅ്റാജ് ഉണ്ടായത് എന്ന് തെളിവാക്കാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ അന്ന് സമയം കിട്ടിയതുകൊണ്ട് അന്ന് നടത്തുമായിരിക്കും. അല്ലെങ്കിൽ റജബിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആത്മീയമായ മിഅ്റാജ് 34 മിഅ്റാജ് എന്നൊരു മിഅ്റാജ് റജബിലുണ്ടായിട്ടുണ്ടാവും. മഹാന്മാർക്കാണ് അത് കൂടുതൽ അറിയുക. അപ്പോൾ ഒരു മിഅ്റാജ് അന്നും ഉണ്ടായതുകൊണ്ട് അന്ന് മിഅ്റാജിനെ പറ്റി പറയാൻ സമയം കണ്ടു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതായാലും നാം സാധാരണ നടന്ന് പറഞ്ഞു വരാറുള്ള മിഅ്റാജ്, റജബിൽ ആചരിച്ച് വരാറുള്ള മിഅ്റാജ്, അതിപ്പോൾ മാറ്റൊന്നും വേണ്ട. അതാ നമ്മൾ ആചരിച്ച് വരുന്നത്, ആ നോമ്പും ഇതൊക്കെ ആചരിച്ച് വരുന്നത്, അത് പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് നബി ഇമാമൊക്കെ റൗളയിൽ പ്രബലമാക്കിയതാണ്. നാം ഫത്വ കൊടുക്കാനും മസ്അല പറയുമ്പോഴൊക്കെ പ്രബലം. അതുകൊണ്ട് റൗളയിൽ പറഞ്ഞതുപോലെ റജബിൽ എന്നുള്ള നിലക്ക് തന്നെ നമുക്ക് മിഅ്റാജ് റജബിൽ നടത്താം. നോമ്പ് അന്ന് മിഅ്റാജിൻ്റെ നോമ്പ് അത് റജബിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അല്ല ആർക്കെങ്കിലും റജബിലല്ല അത് റബീഉൽ അവ്വലിലാണ് തന്നെ പ്രബലമായി തോന്നി അന്ന് മിഅ്റാജ് നടത്തണം തോന്നുകയാണെങ്കിൽ അവർ റബീഉൽ അവ്വലിൻ്റെ 27-ാം രാവിൻ്റെ പകൽ നോമ്പ് പിടിക്കേണ്ടി വരും. ലൈലത്തുൽ ഇസ്നൈനി മിൻ റബീഉൽ അവ്വലി ഔ റജബിൻ, റജബിലെയോ റബീഉൽ അവ്വലിലെയോ തിങ്കളാഴ്ചയാണ് ഈ സംഭവമുണ്ടായത്. ആണ്ട വക്കീല ഷവ്വാലിൻ, ഷവ്വാലിലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത് തീരെ പ്രബലമല്ല, അത് ബലഹീനമാണ്. വക്കീല റമദാൻ, അല്ല റമദാനിലാണ് എന്നും ബലഹീനമായ ഒരു അഭിപ്രായം ഉണ്ട്. ബഅദൽ ബഅസത്തി, ഏത് വർഷമാണതുണ്ടായത്? അത് ബഅദൽ ബഅസത്തി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം, നുബുവത്ത് കിട്ടുക എന്നാണ് നുബുവത്ത് പ്രഖ്യാപനത്തിൻ്റെ ശേഷം, മുത്തുനബിയുടെ നുബുവത്ത് പ്രഖ്യാപനത്തിൻ്റെ ശേഷം 40 വയസ്സിന് ശേഷമാണല്ലോ. ഖബറൽ ഹിജ്റത്തി ബി സനത്തിൻ, ഖബറൽ ഹിജ്റത്തി ബി സനത്തിൻ ഇലാ ത്വയ്ബത്തിൽ ആവാൻ, മുത്തുനബിയുടെ സഹായികളാവുന്ന അൻസ്വാരിങ്ങൾ ആ അൻസ്വാർ ഉള്ള മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിൻ്റെ 1 വർഷം മുമ്പും. അപ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിൻ്റെ 1 വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഇസ്രാ മിഅ്റാജ് മക്കയിൽ വെച്ച് ഉണ്ടായത്. അന്ന് ഖദീജ ബീവി ഇല്ല എന്താണ് പ്രബലം. കാരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹിജ്റയുടെ 3 വർഷം മുമ്പ് വഫാത്തായിട്ടുണ്ട്. ഹിജ്റയുടെ 1 വർഷം മുമ്പാണ് ഇതുണ്ടായത്. അപ്പോൾ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇതുണ്ടാകുന്നത്. അന്ന് ഒരു പ്രതിസന്ധി കാലഘട്ടമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഖദീജ ബീവിൻ്റെ വഫാത്ത് കഴിഞ്ഞു. പിന്നെ മുത്തുനബിയെ വല്ലാതെ സംരക്ഷിച്ചിരുന്ന, എല്ലാ സഹായങ്ങളും ഒത്താശകളും ചെയ്തു കൊടുത്തിരുന്ന ആളായിരുന്നു അബൂ ത്വാലിബ്. അവരും വഫാത്തായി. അബൂ ത്വാലിബിൻ്റെ വഫാത്തും ഖദീജ ബീവിൻ്റെ വഫാത്തും ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വലിയ ദുഃഖമുണ്ടാക്കി. ആ വർഷത്തിന് തന്നെ ആമുൽ അഹ്സാൻ എന്നാണ് പേരിട്ടത്. ഖദീജ ബീവിയും അബൂ ത്വാലിബും ഒക്കെ മരിച്ച വർഷത്തിന് ആമുൽ അഹ്സാൻ, ദുഃഖവർഷം എന്നാണ് പേരിട്ട്. അപ്പോൾ അവരെ വഫാത്തിന് ശേഷം 2 വർഷം വലിയ പ്രയാസമുള്ള ഒരു ജീവിതമായിരുന്നു മക്കയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതൽ പീഡനങ്ങളും പരിഹാസങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്ന കാലഘട്ടമായിരുന്നു. അപ്പം മനസ്സ് വല്ലാതെ ഗുഡ്സായി പോയി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആ അല്ലാഹു തആല അത് മനസ്സിന് ശാന്തിയും സമാധാനം ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു കൊടുത്തൊരു സമ്മാനാണ് ഇസ്രാ മിഅ്റാജ് എന്ന വലിയ യാത്ര. ആ യാത്ര വല്ലാത്ത യാത്രയാണ്. ആ യാത്രയിൽ ഏറ്റവും വലിയ കാഴ്ച അള്ളാഹുവിനെ കാണലെന്ന കാഴ്ചയാണ്. അപ്പോൾ ആ സ്വർഗീയ അനുഭൂതി
മരണത്തിൻ്റെ മുമ്പായിട്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് അന്ന് ലഭിച്ചു. അപ്പോൾ മുത്തുനബിക്കൊരു സാന്ത്വനം നൽകാൻ വേണ്ടിയാണ് ഈ വലിയ യാത്ര ഉണ്ടായത്. ഹറാമില്ലാത്ത അനുവദനീയമായ യാത്രകൾ, ഉല്ലാസയാത്രകൾ അത് പറ്റും. മനസ്സിന് ബുദ്ധിമുട്ട് ഒക്കെ ഉള്ള സമയത്ത്, വിഷമമുള്ള സമയത്ത് ആരാണായാലും പെണ്ണായാലും വീട്ടുകാർക്കും മക്കൾക്കും ഭാര്യമാർക്കൊക്കെ ഇടയ്ക്കൊരു സന്തോഷം ഉണ്ടാവാൻ അങ്ങനെ സ്വന്തം വണ്ടിയിൽ ഹറാമ് ഇല്ലാത്ത രൂപത്തിൽ, അന്യപുരുഷരോട് കലരാത്ത രൂപത്തിൽ അങ്ങനെ ഒരു യാത്രയൊക്കെ നടത്തി പോരുന്നത് അത് നല്ല കാര്യമാണ്. അത് തെറ്റല്ല, നല്ല കാര്യമാണ്. വക്കാന കത് വക്കാലഹു നഹബുഹു മനാമ. ഈ ഒരു യാത്രയുടെ അനുഭവം മുത്തുനബിക്ക് സ്വപ്നത്തിൽ സംഭവിച്ചിരുന്നു. ഖബറുൽ വഹയി ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് വഹയി ഇറങ്ങുന്നതിൻ്റെ മുമ്പ്, നബി പ്രഖ്യാപനം വരുന്നതിൻ്റെ മുമ്പ് 40 വയസ്സ് പൂർത്തിയായപ്പോഴാണല്ലോ നുബുവത്ത് കിട്ടിയത്. അതിൻ്റെ മുമ്പ് തന്നെ മുത്തുനബിക്ക് സ്വപ്നത്തിൽ ഇങ്ങനൊരു ആകാശയാത്ര, ഇസ്രാ മിഅ്റാജൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാ? അത് ദിവ്യലോകവുമായി, ആകാശലോകവുമായുള്ളൊരു ബന്ധം, മലക്കുകളൊക്കെ ഉള്ള ആ ലോകം, അതുമായിട്ടൊരു ബന്ധം അനുഭവപ്പെടാനും, പിന്നെ തൊട്ടടുത്ത് വരാൻ പോകുന്ന യാത്ര, ആ യാത്രയെക്കുറിച്ച് സ്വപ്നത്തിലൊന്നുണ്ടായാൽ പിന്നെ അത് ഉണർവിൽ അനുഭവിക്കുമ്പോൾ പിന്നെ ബേജാറും പേടിയൊന്നും ഇല്ലാതെ ഉണർവിൽ അത് അനുഭവിക്കാൻ വേണ്ടി സ്വപ്നത്തിലൊന്ന് അനുഭവിക്കുന്നത് നല്ലതാണ്. അത് അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഫബൈനമാ കാന യബീതു ഫീ ബൈത്തി ഉമ്മി ഹാനിഇൻ ഇൻദ ശൈബി അബീ ത്വാലിബിൻ അതാഹുൽ മലക്കാൻ. ഫബൈനമാ കാന യബീതു ഫീ ബൈത്തി ഉമ്മി ഹാനിഇൻ. ഉമ്മി ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാപ്പാർക്കുമ്പോൾ ഇന്ദ ഷേബി അബീ ത്വാലിബിൻ, ഉമ്മുഹാനീൻ്റെ വീട് കാബാലയത്തിൻ്റെ അടുത്താണ്. ഷേബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അന്ന് അങ്ങനെ പേര് പറയുന്ന അവിടെയാണ് ഉമ്മുഹാനീൻ്റെ വീടുള്ളത്. ഇന്ദ ഷേബി അബീ ത്വാലിബിൻ, ഷേബ് അബൂ ത്വാലിബ് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഉമ്മുഹാനീൻ്റെ വീടുള്ളത്. ആ വീട്ടിൽ റസൂലുള്ളാഹി ഉറങ്ങുമ്പോൾ അത്താഹുൽ മലക്കാൻ, 2 മലക്കുകൾ മുത്തുനബിൻ്റെ അടുത്ത് വന്നു. അത് 2 മലക്കുകൾ? ജിബ്രീലു വ മീകായിലു. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, മറ്റൊന്ന് മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാമും മുത്തുനബിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മീകായിൽ അലൈഹിസ്സലാം മഴ, കാറ്റ്, ഇടി, മിന്ന് പോലത്തെ കാര്യങ്ങൾ ചുമതലയുള്ള ആളാണ്, ചുമതലയുള്ള മലക്കാണ് മീകായിൽ അലൈഹിസ്സലാം. എന്നിരുന്നാലും പലപ്പോഴും അംബിയാൻ്റെ അടുത്തും ഔലിയാൻ്റെ അടുത്തുമൊക്കെ വരും. ജിബ്രീലു വ മീകായിലു, ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും വന്നു. ഫഫുരിജ അൻ സഖഫി മബീതിഹി, മുത്തുനബിയുടെ വീട് എന്ന് പറഞ്ഞ മുത്തുനബി രാപ്പാർക്കുന്ന വീട്, ആ വീടിൻ്റെ മേൽപ്പുര തുറക്കപ്പെട്ടു. മേൽപ്പുര തുറന്നിട്ടാണ് അകത്ത് 2 മലക്കുകൾ വരുന്നത്. ഒരാളുടെ വീടിൻ്റെ മേൽപ്പുര തുറന്ന് അകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ ശരീഅത്തിൻ്റെ നിയമമുണ്ട്. അത് മനുഷ്യന്മാർക്കുള്ള നിയമമാണ്, മലക്കുകൾക്ക് അങ്ങനത്തെ നിയമമൊന്നും ബാധകമല്ല. മനുഷ്യന്മാരുടെ നിയമമല്ല മലക്കുകൾക്ക്. സഖഫി ബൈത്തിഹി എന്നാണ് ഹദീസിലുള്ളത്. ബൈത്ത്, മുത്തനബിൻ്റെ വീട്. ആ ബൈത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തനബി ഉറങ്ങുന്ന വീട് എന്നാണ്. അതവിടെ മൗലിദുൽ ഹുസ്നൈനിയിൽ മബീത്തിഹി എന്ന് പറഞ്ഞാൽ മുത്തനബി ഉറങ്ങുന്ന വീട്. വഹുവ ബൈനൽ യഖ്ലി വന്നഅസാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർവിൻ്റെയും ഉറക്കത്തിൻ്റെ അടിയില്ല, ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും അടിയില്ല. ഉറക്കം എന്നും പറഞ്ഞുകൂടാ, ഉണർവ് എന്നും പറഞ്ഞുകൂടാ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെ കിടക്കുമ്പോഴാണ് 2 മലക്കുകൾ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവർ ആ വീടിൻ്റെ മേൽപ്പുരയുടെ ഭാഗത്തിലൂടെ 2 മലക്കുകൾ മുത്തുനബിയെ എടുത്തു കൊണ്ടുപോയി. ഫഉഖ്രിജ ഇലൽ ഹതീം, മുത്തുനബിയെ ഹതീം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം. മറ്റൊരു റിപ്പോർട്ട് കാണാം ഹിജ്ർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഹിജ്ർ ഇസ്മായിൽ, രണ്ടും ഒന്നാ. വഹുവൽ ഹിജ്റു. ഹതീം എന്ന് പറയുന്ന സ്ഥലത്തിനാണ് ഹിജ്ർ എന്ന് പറയുക, ഹിജ്ർ ഇസ്മായിൽ. അങ്ങോട്ട് കൊണ്ടുപോയി. വകാന ബിഹി അസറുൽ വസ്നാൻ, തൂക്കി ഉറക്കിൻ്റെ
ഒരു ശേഷിപ്പ് മുത്തനബിയിലുണ്ടായിരുന്നു. ഉറങ്ങുന്ന സമയത്തിൽ എടുത്തുകൊണ്ടുപോയത്. അപ്പോൾ ഉറക്കിൻ്റെ ഒരു ശേഷിപ്പ് മുത്തനബിയിലുണ്ട്. ഫാത്താഹു ആത്തിൻ, അങ്ങനെ ഹിജ്റി ഇസ്മായിൽ നമുക്കറിയാം, കഅബാലയത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഒരു കെട്ടിൻ്റെ ഉള്ളിലായി വെച്ചത്. അത് കഅബയുടെ ഉൾഭാഗമാണ്. ഹിജ്റി ഇസ്മായിലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഫാത്താഹു ആത്തിൻ, മുത്തുനബിൻ്റെ അടുത്തേക്കൊരു മലക്ക് വന്നു. അത് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. ഫശക്ക സദറഹു, മുത്തുനബിയുടെ ഹൃദയം കീറി. മുത്തുനബിക്ക് 4 പ്രാവശ്യം ഹൃദയം കീറി. അതിൽ പ്രത്യേക സംസ്കരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ നാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിന് ചില കാര്യകാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് ലാസ്റ്റ് സംഭവമാണ്. ഹൃദയം കീറിയ ലാസ്റ്റ് സംഭവമാണ് ഈ സംഭവം മിഅ്റാജിൻ്റെ അന്ന്. അതിന് കാരണം ഇത് അള്ളാഹുവിനെ ദർശിക്കാനുള്ള ഒരു ഒരുക്കാണ്. അള്ളാഹിനെ ദർശിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അറ്റമില്ലാത്ത, മുത്തുനബി അല്ലാത്ത ഒരു മനുഷ്യനും താങ്ങാൻ കഴിയാത്ത അത്ര ദിവ്യജ്ഞാനങ്ങൾ, അറിവുകൾ, അള്ളാഹുവിനെക്കുറിച്ചും മറ്റും അറിവുകൾ താങ്ങാനുള്ള മനസ്സാണ്. ആ മനസ്സ് അതിനു വേണ്ടി കരുത്തുറ്റ മനസ്സാകാൻ വേണ്ടിയാണ് അന്ന് കഴുകിയത്. ഫശക്ക സദറഹു, അള്ളാഹുവിനെ ദർശിക്കാനും അള്ളാഹുവിനെ ദർശിക്കലൂടെ അള്ളാഹുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ ലഭിക്കുന്ന ആ അറിവുകൾ, അതിന് മനസ്സിന് കരുത്തുണ്ടാവാനാണെന്ന് കഴുകിയത്. ഷക്ക സദറഹു വഹഷാഹു, എന്നിട്ട് ആ മനസ്സ് മുത്തുനബിയുടെ നെഞ്ച് കീറി അവിടെ നിറച്ചു. മിൻ ഹിക്മത്തിൻ, യുക്തികളും ഈമാനും നിറച്ചു. സുമ്മ അഖ്റജഹു ഇലാ ബാബിൽ മസ്ജിദിൽ ഹറാം, പിന്നെ അവിടുന്ന് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് എടുത്തിട്ട് അന്നത്തെ മസ്ജിദുൽ ഹറാമിൻ്റെ വാതിൽ, ആ വാതിലിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. വഹുവ യഖ്ലാൻ, അപ്പോൾ മുത്തുനബി നല്ല ഉണർവിലാണ്. മസ്ജിദുൽ ഹറാമിൻ്റെ വാതിലിൻ്റെ അടുത്താണ് ബുറാക്ക് നിൽക്കുന്നത്. ഫർഖബഹുൽ ബുറാക്ക, അങ്ങനെ ബുറാക്ക് എന്ന് പറയുന്ന ആ വാഹനത്തിൽ നബി തങ്ങളെ കയറ്റി അതിൻ്റെ പുറത്ത് ഇരുത്തി. മുസ്റജൻ, ആ വാഹനത്തിന് അതിൻ്റെ പുറത്ത് നല്ല വസ്ത്രങ്ങളൊക്കെ, വിരിപ്പൊക്കെ ധരിച്ചിട്ടുണ്ട്. കുതിരപ്പുറത്ത് നല്ല വിരിപ്പുണ്ടാവുമല്ലോ. കുതിരപ്പുറത്ത് ഇടുന്ന വിരിപ്പിനാണ് സർജ് എന്ന് പറയുക. മുസ്റജ് എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്തിരുന്ന വിരിപ്പ്. ആ വിരിപ്പൊക്കെ ബുറാക്കിൻ്റെ പുറത്ത് ആ വിരിപ്പുണ്ട്. മുൽജമൻ ബിൽ ഐനാൻ, മൂക്കയറ് കൊണ്ട് അതിനെ കെട്ടിയിട്ടുമുണ്ട്. ഈ മൃഗത്തിന് കടിഞ്ഞാണിട്ടിട്ടുണ്ട്. ഫസ്തസ്അബ മിനത്തീഹി, ഫസ്തസ്അബ, അങ്ങനെ ഈ ബുറാക്ക് ഫസ്തസ്അബ, അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൻ്റെ പുറത്ത് കയറ്റാൻ വേണ്ടി കയറാൻ നിന്നപ്പോൾ അത് ഒരു പ്രയാസം പ്രകടിപ്പിക്കുന്നത് പോലെ, മിനത്തീഹി, എന്താണ് അങ്ങനെ ഒരു പ്രയാസം പ്രകടിപ്പിക്കുന്നത് പോലെ ചെയ്തത്? മിനത്തീഹി ബി റുക്കൂബിഹി, പല കാരണങ്ങളും അതിന് പറയുന്നുണ്ട്. മിനത്തീഹി ബി റുക്കൂബിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനാകാൻ പോവുകയാണല്ലോ, മുത്തുനബി എൻ്റെ പുറത്ത് കയറിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു അഭിമാനം, ആ അഭിമാനം കൊണ്ട് കുറച്ച് നേരം അഭിമാനം കൊണ്ട് ഇങ്ങനെ നിന്നു. മുത്തുനബി കയറുന്നത്, മുത്തുനബിനെ കയറാൻ സൗകര്യപ്പെടുത്തി നിൽക്കുന്നത് അത് മറന്നതുപോലെ അത് കുറച്ച് നേരം ഒരു അഭിമാനത്തിൽ ഇങ്ങനെ നിന്നു. മുത്തുനബിൻ്റെ വാഹനം പോകുക എന്നുള്ള ഔമിനൽ ഹൈബത്തി. ചിലർ പറഞ്ഞത് അതല്ല, ആ വാഹനം അങ്ങനെ മുത്തുനബി കയറാൻ വേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് മുത്തുനബിക്ക് വഴങ്ങി കയറാൻ നിന്ന് കൊടുക്കേണ്ടടുത്ത് കുറച്ച് നേരം അന്തം വിട്ട് നിന്നല്ലോ. അത് മിനൽ ഹൈബത്തി വർറഹബാൻ, മുത്തുനബിയോടുള്ള ഭയത്താലും പേടിയാലുമാണ്. മുത്തുനബി ഭയങ്കരം ഏറ്റവും പേടിക്കപ്പെടേണ്ട ആളുമാണല്ലോ. മുത്തുനബി വലിയ റഹ്മത്തുള്ള ആളുമാണ്. മുത്തുനബിയുടെ മുഖത്തുമൊക്കെ പെട്ടെന്ന് നോക്കിയാൽ പേടിച്ചു പോകും. അതിന് ഗാംഭീര്യമുള്ള മുഖമാണ്. അപ്പോൾ മുത്തുനബിയെ കണ്ടിട്ടുള്ള ആ പേടി, ആ ഗാംഭീര്യത്താലാണ്, ഭയത്താലാണ് ആ മൃഗം അങ്ങനെ ചെയ്തത് എന്നും അഭിപ്രായം ഉണ്ട്.
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മൃഗത്തോട് ചോദിച്ചു എന്ന് ഹദീസ് കാണാം, ഓ ബുറാക്ക്, ആരാണ് നിൻ്റെ അടുത്ത് കയറാൻ നിൽക്കുന്നത് നിനക്കറിയോ എന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ ആ മൃഗം ശാന്തായി എന്ന് പറഞ്ഞു. വൽ ബുറാഖു ദാബത്തുൻ ബൈളാഉ, ബുറാക്ക് എന്ന് പറയുന്നത് ദാബത്തുൻ ബൈളാഉ, അത് വെളുത്ത ഒരു മൃഗമാണ്, വെള്ള നിറത്തിലുള്ളൊരു മൃഗമാണ്. തൊവീലത്തുൻ, നീളമുള്ള മൃഗമാണ്. ദൂനൽ ബഗലി, അത് കോവർ കൈതയുടെ ചോടയാണ് അതിൻ്റെ വലിപ്പം. കോവർ കൈത എന്ന് പറയുന്നത് കുതിരയുടെ വലിപ്പമാണ് ഉണ്ടാവുക. കുതിരയും കഴുതയും കൂടി ഉണ്ടാകുന്ന മൃഗമാണ് ബഗല് എന്ന് പറയുന്നത്, കോവർ കൈത. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കോവർ കൈത ഉണ്ടായിരുന്നു. അപ്പോൾ കോവർ കൈതയുടെ ചോടയാണ് അതിൻ്റെ വലിപ്പം. വ ഫൗക്കൽ അതാനി, പെൺകഴുതയുടെ മീതയും പെൺകഴുതയേക്കാൾ വലുപ്പമുണ്ട്, കോവർ കഴുതയുടെ അത്ര ഇല്ലതാനും. അങ്ങനെയുള്ള ഒരു മൃഗമാണ് ബുറാക്ക്. യലൗ ഹാഫിറഹു, ആ മൃഗം അതിൻ്റെ കുളമ്പിനെ വെക്കും. ഇന്ത മുൻതഹ തുർഫിഹി, അതിൻ്റെ കണ്ണെത്തുന്ന സ്ഥലത്തേക്ക്. അത് ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ കണ്ണെടുത്തുന്ന അത്രയും ദൂരത്തേക്ക് ഒരു കുളമ്പ് ഇവിടുന്ന് എടുത്താൽ പിന്നെ ആ കുളമ്പ് വെക്കണമെങ്കിൽ അത്രയും ദൂരം ആണ്, അത്രയും ദൂരത്തും. ലഹൂഫി ഫഹ്ദൈഹി ജനാഹാൻ, അതിൻ്റെ രണ്ട് തുടയുടെ ഭാഗത്ത് 2 ചിറകുകളുമുണ്ട്, പറക്കും ചെയ്യും. അങ്ങനെയുള്ളൊരു പ്രത്യേക മൃഗമാണ്. ഇതാ അത അല ജബലിൻ, മാത്രമല്ല ഇതിന് വേറെയും പ്രത്യേകതകളുണ്ട്. ഉയർന്ന മലയുടെ അടുത്തേക്ക് ഈ മൃഗമെത്തിയാൽ തോലത്തി റിജിലാൻ, ഇതിൻ്റെ കാല് നീളും. കൈ നീണ്ടാൽ പ്രയാസമാണല്ലോ, മലയുടെ അടുത്തേക്ക് എത്തുമ്പോൾ കൈ കുറേ നീളുണ്ടായാൽ ബുദ്ധിമുട്ടാണ്, കാല് നീളും. വൈദ ഹബത്ത, അത് മല ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ തോലത്തിൽ യഥാൻ, കൈ നീളുള്ളതാവും, കാല് കുറഞ്ഞു പോകും. വക്കീല പറയപ്പെടുന്നു, ചില റിപ്പോർട്ടുകളിലുണ്ട്, ലഹു ഖവായിമു കൽ ഇബിലി, അതിന് ഒട്ടകത്തെ പോലെയുള്ള കാലാണ്. ഈ മൃഗത്തിൻ്റെ ചില ഭാഗങ്ങൾ, പുറഭാഗം ചില ഭാഗം നോക്കിയാൽ കുതിരയുടെ രൂപമാണ്, പക്ഷേ അതിൻ്റെ 4 കാലുകൾ ഒട്ടകത്തിൻ്റെ കാലുകളെ പോലെയാണ്. വ അളുലാഫുൻ വ ദനബുൻ കൽ ബക്കരി, പശുവിനെ പോലെയുള്ള കുളമ്പുകളും വാലും. വ ഖദ്ദുൻ കൽ ഇൻസാൻ, മനുഷ്യൻ്റെ അതേപോലെ ഉള്ള മുഖം, ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ മുഖം അങ്ങനെയായിരുന്നു. വ ഉർഫുൻ കൽ ഹിസ്വാൻ, സാധാരണ കുതിരകൾക്ക് നല്ല അമൂല്യമായ കുതിര, അതിനാ ഹിസ്വാൻ എന്ന് പറയുക. അപ്പോൾ അമൂല്യമായ കുതിരക്ക് ഉണ്ടാകുന്ന ഉർഫ്, അതിൻ്റെ പിരടിയിലുണ്ടാകുന്ന ആ രോമത്തിനാണ് കുഞ്ചിരോമം. കുതിരയുടെ പിരടിയുടെ ഭാഗത്തുണ്ടാകുന്ന കുഞ്ചിരോമം, അതിനാണ് ഉർഫ് എന്ന് പറയുക. അതുപോലെ കുതിരക്കുണ്ടാകുന്ന അതേപോലെ രോമം അതിന് ഉണ്ട്, ഇങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നൊരു സാധനമാണോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. ഇത് ഒരു പ്രവാചകനോ അള്ളാഹു ദിവ്യദൂതൻ, ദൈവത്തിന് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് എന്ന് പറയുന്നത് അത് ശരിയില്ല. കാരണം ദൈവത്തിന് വണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ദൈവം ഒരു വണ്ടിയുടെ പുറത്ത് കയറുന്ന ശക്തിയാവാൻ പാടില്ല. ദൈവം സൃഷ്ടികളിലേക്ക് വന്ന് ഇറങ്ങുകയോ സൃഷ്ടികളെ കൂടെ കൂടുകയോ ഒന്നും ചെയ്യൂല ദൈവം. അപ്പം അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ വണ്ടിയല്ല, മറിച്ച് ഇത് ദൈവദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ സൃഷ്ടികളെയും പഠിച്ച ദൈവം, അവനൊരു പ്രത്യേകമായ ഒരു സൃഷ്ടി. നമ്മൾ കാണാത്ത എന്തെല്ലാം ജീവികൾ കടലിലുണ്ട്. ഇപ്പം ഇങ്ങനെ പല ജീവികളും കടലിലുണ്ടാവാം. നമ്മൾ സാധാരണ കണ്ടതല്ലാത്ത കുതിരയുടെ രൂപത്തിലും പാമ്പിൻ്റെ രൂപത്തിലും വന്യജീവികളുടെ രൂപത്തിലൊക്കെ ഉള്ള പല ജീവികളും കടലിലുണ്ടാവാം. അത് കണ്ടതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റൂലല്ലോ. എന്നതുപോലെ അള്ളാഹുവിൻ്റെ ആ കടലിലുള്ള എല്ലാ ജീവികളെയും വനത്തിലുള്ള എല്ലാ ജീവികളെയും പഠിച്ചത് അള്ളാഹു അല്ലേ. അങ്ങനെ അള്ളാഹു തആല പഠിച്ചൊരു പ്രത്യേക ജീവിയാണ് ബുറാഖ് എന്ന് പറയുന്ന ജീവി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ്
وعلى آله وصحبه أجمعين والحمد لله رب العالمين.